നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. എക്സാം ആണല്ലേ, നമുക്ക് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണ്ടേ? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതാ പിടിച്ചോ. 1. റീഡ് ദി സ്റ്റാൻസ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന 4 വരികൾ നിങ്ങളൊന്ന് വായിക്കണം. എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതണം. അത്രയേ ഉള്ളൂ. The moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays, and the birds sleep in the forks of the trees. നമ്മൾ പഠിച്ചതാണ് മൂൺ. അപ്പോൾ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം? ഈ പോയത്തിൽ ആരെ പറ്റി പറഞ്ഞു? ദ മൂൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. Where does the moon shine? മൂൺ എവിടെയാണ് ഷൈൻ ചെയ്യുന്നത്? എവിടൊക്കെയാണ്? ഗാർഡൻ വാൾ, സ്ട്രീറ്റ്സ്, ഫീൽഡ്സ്, ഹാർബർ ക്വേസ് ആൻഡ് ട്രീസ്. അടുത്തത്, what does the moon look like? മൂണിനെ കാണാൻ എന്തുപോലെ? ലൈക്ക് എ ക്ലോക്ക്. Who are sleeping in the trees? Sleeping. ആരൊക്കെയാണ് ട്രീസിൽ സ്ലീപ്പ് ചെയ്യുന്നത്? ബേർഡ്സ് ആണല്ലേ. What is the overall feeling of the poem? ഈ പോയത്തിന് മൊത്തത്തിൽ നമുക്ക് എങ്ങനെ പറയാം? ഹാപ്പി, സാഡ്, പീസ്ഫുൾ. ഇതിലേത് പറയാം നമുക്ക്? പീസ്ഫുൾ ആണ്. റീഡ് ദി സ്റ്റാൻസ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ, പെട്ടെന്ന് പറഞ്ഞു പോവാണ്, എളുപ്പമല്ലേ. It is calling cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all left to be out by the light of the moon. ഇതും അത് തന്നെ. What animals are mentioned in the poem? ഏതൊക്കെ ആനിമൽസിലെ കാര്യം പറഞ്ഞു? cat, mouse, dog and bat. അടുത്തത്, when does the bat sleep? bat എപ്പോഴാണ് സ്ലീപ്പ് ചെയ്യുന്നത്? The bat sleeps at noon. ഇനി, what do all the animals like to do? എല്ലാ ആനിമൽസിനും എന്ത് ചെയ്യാനാണ് ഇഷ്ടം? they like to be out in the moonlight. മൂൺലൈറ്റിൽ പുറത്തിറങ്ങാൻ. what time of day is it in the poem? ഏത് സമയമായത്? രാവിലെയാണോ? no, it's night. അടുത്തത്, how do you think the animals feel when they are out in the moonlight? ഈ ആനിമൽസ് ഒക്കെ രാത്രി പുറത്തു പോവല്ലേ, അപ്പോൾ അവർക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവുക? എന്താണ്? ദി ആനിമൽസ് ലൈക്ലി ഫീൽ ഹാപ്പി. ഉറപ്പായും അവർ സന്തോഷിക്കുകയായിരിക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. റീഡ് ദി സ്റ്റാൻസ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കൂ കുഞ്ഞുങ്ങളെ, വായിക്കട്ടെ. But all of the things that belong to the day curdle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall rise. നോക്കൂ, what time of the day is being talked about? ഏത് സമയമാണ് പറയുന്നത്? It is night. What do flowers and children do? ഫ്ലവേഴ്സും ചിൽഡ്രനും എന്താ ചെയ്യുന്നത്? They close their eyes. Why do they do this? എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? They do this to, എന്തിനാ കണ്ണടയ്ക്കുന്നേ? Sleep. What will happen in the morning? മോർണിംഗിൽ എന്താ സംഭവിച്ചത്? The sun will rise. മോർണിംഗിൽ എന്ത് സംഭവിക്കും? സൂര്യൻ ഉദിക്കും. ഇനി, how do you think the things that belong to the day feel about the night? രാത്രി എന്ത് ചെയ്യും? നമ്മളെ ഈ പകൽ സമയത്ത് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്ന സംഭവങ്ങൾ രാത്രിയിൽ എന്താ ചെയ്യുക? രാത്രി അവർക്ക് സമാധാനം വേണം. എന്താണ്? അവർക്ക് ഉറങ്ങണം. ദേ ഫീൽ പീസ്ഫുൾ ആൻഡ് റെഡി ടു റെസ്റ്റ്. അവർക്ക് രാത്രി റെസ്റ്റ് ചെയ്യല്ലേ. പകൽ മൊത്തം ജോലി ചെയ്തവർ രാത്രിയിൽ എന്ത് ചെയ്യും? റെസ്റ്റ് ചെയ്യും അല്ലേ. ഇനി അതവിടെ കഴിഞ്ഞു. ഇനി 2 പാരഗ്രാഫാണ് കുഞ്ഞുങ്ങളെ. നോക്കൂ, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നോക്കൂ. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്കയുടെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. റെബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈയിങ്. Our crops have been bad this year, she said. Now our goats and sheep might die. Later at school, Rebecca asked her teacher why there had been so little rain that year. ഒരു ദിവസം റെബേക്കയുടെ അമ്മ പറയുന്നില്ലേ, നമ്മുടെ വിളകളെല്ലാം ഇപ്രാവശ്യം ഉണങ്ങും, അതുപോലെ നമ്മുടെ ഷീപ്പൊക്കെ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ റെബേക്ക ടീച്ചറോട് ചോദിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്രയും കുറച്ച് മഴ പെയ്തതെന്ന്? We have had many days without rain, said the teacher. When we have no rain, plants cannot grow. If there are no crops for food and no water to drink, our animals will die.
കുറേ നാളുകൊണ്ട് ഇങ്ങനെയാണ്, നമ്മൾക്ക് മഴയില്ല, മരങ്ങളില്ലാത്തതുകൊണ്ടാണ് മഴയില്ലാത്തത്. മഴയില്ല, മരങ്ങളുമില്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങളെല്ലാം ചത്തുപോകും. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. എല്ലാവരും കുറച്ച് നേരം മിണ്ടാതിരുന്നു. ദേ വെർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. അവരവരുടെ ഫാമിലീസിനെയും കമ്മ്യൂണിറ്റിയെയും അനിമൽസിനെയും ഒക്കെ ഓർത്ത് വിഷമിച്ചു. At the school library, Rebecca searched for more information about the rain. സ്കൂൾ ലൈബ്രറിയിൽ റെബേക്ക മഴയെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് what she learned alarmed her. അവൾ പഠിച്ചതാണ് അവളെ ഉണർത്തിയത്. The whole world is getting hotter. വേൾഡ് മുഴുവൻ ചൂടായിക്കൊണ്ടിരിക്കുന്നു. And there is less rain. മഴ കുറവാണ്. She learned a new term, climate change. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു വാക്ക് അവൾ അവിടെ പഠിച്ചു. Cars, buses and aeroplanes are polluting the air. കാറും ബസ്സും എയറോപ്ലെയിനും ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നു. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. മരങ്ങൾ മുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിൽഡിങ്സ് പണിയുന്നു. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. പൂന കൂട്ടി നമ്മൾ എന്തിടും, വേസ്റ്റ് ഇടും. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഇതൊക്കെ നമ്മുടെ നേച്ചറിനെ ഹാം ചെയ്യും. റെബേക്ക ഫെൽറ്റ് സാഡ്. What can I, just a little girl, do to help the whole world? She wondered. അവൾ അതൊക്കെ ഓർത്തിട്ട് എന്താ, എന്നെപ്പോലൊരു കുൾപ്പൊടി കൊച്ചിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് അവൾ അമ്പരന്നു. പഠിപ്പിച്ചതാ, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് റെബേക്കാസ് മദർ ക്രൈയിങ്? റെബേക്കയുടെ അമ്മ എന്തിനാ കരഞ്ഞത്? ഹർ മദർ വാസ് ക്രൈയിങ് ബിക്കോസ് ദി ക്രോപ്സ് വെയർ ബാഡ് ആൻഡ് ദെയർ ആനിമൽസ് മൈറ്റ് ഡൈ. What did Rebecca ask her teacher at school? ടീച്ചറോട് എന്താ അവൾ ചോദിച്ചത്? She asked why there was so little rain. എന്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് മഴ? What is happening to the world's weather according to what Rebecca learned? റെബേക്ക പഠിച്ചത് വെച്ച് നോക്കിയാൽ എന്താണ്, ഈ ലോകത്തിലെ കാലാവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു? The world is getting hotter and there is less rain. ഇത് രണ്ടും. What are some of the activities that are harming nature? നേച്ചറിനെ ഹാം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പൊല്യൂഷൻ, കട്ടിംഗ് ഡൗൺ ട്രീസ് ആൻഡ് ബറിയിങ് ട്രാഷ് ആർ ഹാമിങ് ടു നേച്ചർ. ഇനി ഹൗ ഡിഡ് റെബേക്ക ഫീൽ ആഫ്റ്റർ ലേണിംഗ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പഠിച്ചപ്പോൾ റെബേക്കയ്ക്ക് എന്തു തോന്നി? റെബേക്ക ഫെൽറ്റ് സാഡ്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇനി അതുപോലെ തന്നെ, in the land of Masai, in southwest Kenya, there was a girl named Rebecca. അത് തന്നെ പഠിക്കുന്നത്. Her family kept cattle, sheep and goats and depended on farming the land for food. നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കുന്നത്? സൗത്ത് വെസ്റ്റ് കെനിയയിലെ മാസായി ഗ്രാമത്തിൽ ഒരു റെബേക്ക എന്ന കുട്ടിയുണ്ട്. അവളുടെ ഫാമിലി എന്താണ്, കന്നുകാലി വളർത്തലും കൃഷിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. After school time, Rebecca used to help her family and take care of the animals on the farm. സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ അമ്മയൊക്കെ സഹായിക്കും, ആനിമൽസിനെയൊക്കെ നോക്കും. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്ക ഫൗണ്ട് ഹർ മദർ ക്രൈയിങ്. ചൂടുള്ള ദിവസം അമ്മ കരയുന്നത് കുട്ടി കണ്ടു. അതിനുശേഷമുള്ളത് ഞാൻ അർത്ഥം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഡസ് റെബേക്കാസ് ഫാമിലി ഡു ടു മേക്ക് എ ലിവിങ്? അവരുടെ ജീവിതമാർഗം, അല്ലെ റെബേക്കയുടെ ഫാമിലിയുടെ ജീവിതമാർഗം എന്തായിരുന്നു? ദേ കീപ് ആനിമൽസ് ആൻഡ് ഫാം. ഇനി വൈ വാസ് റെബേക്കാസ് മദർ ക്രൈയിങ്? റെബേക്കയുടെ അമ്മ എന്തിനാണ് കരഞ്ഞത്? ഹർ ക്രോപ്സ് വെയർ ബാഡ് ആൻഡ് ദെയർ ആനിമൽസ് മൈറ്റ് ഡൈ. പിന്നെ വാട്ട് ഡിഡ് റെബേക്ക ഡു ടു ഹെൽപ്പ് ഹർ ഫാമിലി ആഫ്റ്റർ സ്കൂൾ? സ്കൂളിന് പോയതിന് ശേഷം അവരുടെ ഫാമിലിയെ സഹായിക്കാൻ അവൾ എന്തായിരുന്നു ചെയ്തത്? ഷീ ഹെൽപ്ഡ് ടേക്ക് കെയർ ഓഫ് ദി ആനിമൽസ്. അവൾ ആനിമൽസിനെ നോക്കി. വാട്ട് പ്രോബ്ലം ഡിഡ് റെബേക്കാസ് ടീച്ചർ എക്സ്പ്ലെയിൻ ടു ഹർ അബൌട്ട് ദ വെതർ? കാലാവസ്ഥയെപ്പറ്റി എന്താണ് ടീച്ചർ പറഞ്ഞു കൊടുത്തത്? വിത്തൗട്ട് റെയിൻ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ ആൻഡ് ആനിമൽസ് വിൽ ഡൈ. മഴയില്ലെങ്കിൽ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരാൻ പറ്റില്ല, ആനിമൽസും ചത്തുപോകും. ഹൗ ഡിഡ് ദ ക്ലാസ് ഫീൽ വെൻ ദേ ഹേർഡ് അബൌട്ട് ദി ലാക്ക് ഓഫ് റെയിൻ? മഴക്കുറവിനെ പറ്റിയിട്ട് കേട്ടപ്പോൾ ക്ലാസ്സിന് എന്താ തോന്നിയത്? ദേ ഫെൽറ്റ് വറീഡ്. അവർക്കാകെ വിഷമമാണ് തോന്നിയത്. അപ്പം അത്രയുമേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ മക്കളൊന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇത്രയും എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ആയിരിക്കും. എന്തായാലും ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് കേട്ട് 2-3 പ്രാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആൻസർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ പരീക്ഷയാണ് വരുന്നത്. നന്നായിട്ട് പഠിക്കൂ, നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്.